ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന. കഴിഞ്ഞ സീസണിലെ ബാലൻഡിയോർ നോമിനികളെ പ്രഖ്യാപിക്കുന്ന ദിവസമാണ് ഇത്. അതിന് മുന്നോടിയായി യാഷിൻ ട്രോഫി നോമിനികളെയും അതുപോലെ തന്നെ കോപ്പ ട്രോഫി നോമിനികളെയും ഇപ്പോൾ ബാലൻഡിയോർ പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ലിസ്റ്റ് പുറത്തേക്ക് വന്നിട്ടുണ്ട്. ആദ്യം ഏറ്റവും മികച്ച യുവതാരത്തിന് നൽകുന്ന കോപ്പ ട്രോഫിയുടെ നോമിനികളെ നമുക്കൊന്ന് പരിശോധിക്കാം. നിലവിലെ ജേതാവ് ലാമിൻ യമാലാണ്. 10 പേരുടെ ഒരു നോമിനി ലിസ്റ്റാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുള്ളത്. ഒരാൾ അയ്യൂബി ബവാദിയാണ്. അദ്ദേഹം ഫ്രഞ്ച് ക്ലബ്ബായ ലില്ലിക്ക് വേണ്ടി കളിക്കുന്ന താരമാണ്. അതുപോലെ തന്നെ FC ബാഴ്സലോണയുടെ യുവ സൂപ്പർ താരമായ പൗ കുബാർസി ഇപ്പോൾ ഈ ഒരു ലിസ്റ്റിൽ ഇടം നേടിയിട്ടുണ്ട്. അതുപോലെ തന്നെ PSG സൂപ്പർ താരമായ ഡെസിയെ ഡുവെ ഈ ഒരു ലിസ്റ്റിൽ ഇടം കണ്ടെത്തിയിട്ടുണ്ട്. ബ്രസീലിയൻ വണ്ടർ കിഡായ എസ്റ്റവായോ വില്യൻ ഈ ലിസ്റ്റിൽ വരുന്നു. അതുപോലെ തന്നെ സ്പാനിഷ് യുവ സൂപ്പർ താരമായ ഡീൻ ഹുയ്സൺ കൂടി ഇപ്പോൾ ഇതിൽ ഇടം നേടിയിട്ടുണ്ട്. ഡീൻ ഹുയ്സൺ നിലവിൽ റയലിന്റെ താരമാണ്. ഇനി ആഴ്സണൽ താരമായ ലെവിസ് സ്കെല്ലി ഇപ്പോൾ ഇതിൽ ഇടം കണ്ടെത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ റോഡ്രിഗോ മോറ ഈ ഒരു നോമിനി ലിസ്റ്റിലുണ്ട്. പോർട്ടോക്ക് വേണ്ടി കളിക്കുന്ന താരമാണ് റോഡ്രിഗോ മോറ. അതുപോലെ തന്നെ ജാവോ നവസ്, നമുക്കറിയാം പോർച്ചുഗീസ് താരമാണ്. PSG വേണ്ടിയാണ് കളിക്കുന്നത്. ലാമിൻ യമാൽ ഒരിക്കൽ കൂടി ഈ ലിസ്റ്റിൽ ഇടം കണ്ടെത്തിയിട്ടുണ്ട്. കെനാൻ യിൽദിസ് യുവന്റസിന്റെ യുവ സൂപ്പർ താരമാണ്. അദ്ദേഹം ഇടം നേടിയിട്ടുണ്ട്. ഇങ്ങനെയാണ് കോപ്പ ട്രോഫിക്കുള്ള നോമിനി ലിസ്റ്റ് വരുന്നത്. ഏറ്റവും മികച്ച യുവതാരം ആരായിരിക്കും? നിങ്ങളുടെ അഭിപ്രായങ്ങൾ അത് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം. ലാമിൻ യമാൽ തന്നെ ആ ഒരു കോപ്പ ട്രോഫി നിലനിർത്താനുള്ള സാധ്യതകൾ ഇവിടെ തെളിഞ്ഞു കാണുന്നുണ്ട്. ഇനി യാഷിൻ ട്രോഫിയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഏറ്റവും മികച്ച ഗോൾ കീപ്പർക്ക് നൽകുന്ന പുരസ്കാരമാണ് യാഷിൻ ട്രോഫി. നിലവിലെ പുരസ്കാര ജേതാവ് അത് മറ്റാരുമല്ല, അർജന്റീൻ ഗോൾ കീപ്പറായ എമി മാർട്ടിനസ് ആണ്. ഏതായാലും ആ നോമിനി ലിസ്റ്റ് നമുക്കൊന്ന് പരിശോധിക്കാം. ബ്രസീലിയൻ ഗോൾ കീപ്പറായ ആലിസൺ ബക്കർ വരുന്നു. അതുപോലെ തന്നെ യാസീൻ ബോനോ ഇടം കണ്ടെത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ലുക്കാസ് ഷെവലിയർ അദ്ദേഹം ഇപ്പോൾ ഇടം കണ്ടെത്തിയിട്ടുണ്ട്. റയലിന്റെ ഗോൾ കീപ്പറായ തിബൌട്ട് കോർട്ടുവ ഈ ഒരു നോമിനി ലിസ്റ്റിൽ ഇടം നേടിയിട്ടുണ്ട്. PSG ഗോൾ കീപ്പറായ ജിയാൻ ലൂയിജി ഡൊണ്ണാരുമ, അതുപോലെ തന്നെ എമി മാർട്ടിനസ് ഒരിക്കൽ കൂടി ഇടം നേടിയിട്ടുണ്ട്. അത്ലറ്റിക്കോയുടെ ഗോൾ കീപ്പറായ യാൻ ഒബ്ലക്ക്, അതുപോലെ തന്നെ ഡേവിഡ് റയ ഇടം നേടിയിട്ടുണ്ട്. അതുപോലെ തന്നെ മാറ്റ്സ് സെൽസ്, അതുപോലെ തന്നെ യാൻ സോമർ, ഇത്രയും താരങ്ങളാണ് ഈ ഒരു യാഷിൻ ട്രോഫിക്കുള്ള നോമിനി ലിസ്റ്റിൽ ഇടം കണ്ടെത്തിയിട്ടുള്ളത്. എമിക്ക് ഈ ഒരു പുരസ്കാരം നിലനിർത്താൻ സാധിക്കുമോ എന്നുള്ളതൊക്കെ കാത്തിരുന്നു കാണേണ്ട കാര്യമാണ്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ പ്രവചനങ്ങൾ അത് നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.